പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത് ആരും പറഞ്ഞുതരാത്തൊരു കാര്യമാണ്. നമ്മൾ ആംപ്ലിഫയർ എല്ലാം ചെയ്തതിന് ശേഷം വയറൊക്കെ ഇതുപോലുള്ള ടാഗ് കൊണ്ടോ ഇതുപോലുള്ള സ്ലീവോ ഒക്കെ വെച്ചിട്ട് നന്നായിട്ട് പിന്നി വൃത്തിയാക്കിയൊക്കെ വയ്ക്കും. കാണാനൊക്കെ നല്ല ഭംഗിയായിരിക്കും. പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് പറഞ്ഞുതരാം. നിങ്ങൾ ആംപിയർ ചെക്ക് ചെയ്യുന്ന മീറ്റർ എങ്ങനെയാണ് ചെയ്യുന്നത്? അത് ക്ലാമ്പ് ചെയ്തിട്ടാണ് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ഡിറ്റക്റ്റ് ചെയ്യുന്നത്? അവിടെ ഒരു ഇൻഡക്ഷൻ ഉണ്ടാകും. ഇതിനകത്തൂടെ കടന്നു പോകുന്ന ആംബിയറിൻ്റെ ഇൻഡക്ഷൻ ആ സെൻസറിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഡുവൽ പവർ സപ്ലൈയിൽ ഒരു ഗ്രൗണ്ടും പ്ലസും മൈനസും കാണും. അത് മാത്രമല്ല, ട്രാൻസ്ഫോമറിന് എങ്ങനെയൊക്കെ ഡി സി ആക്കിയാലും എ സിയുടെ അംശം അതിൽ കാണും. എ സി, പൾസേറ്റ് ഡി സി മൂന്നെണ്ണം. ഇവിടെ ഒരു ആന 4 കപ്പാസിറ്റർ കയറ്റി എന്നും പറഞ്ഞുകൊണ്ട് പ്യുവർ ഡി സി ഒന്നും ആവില്ല. അത് ഡി സി ആവണമെങ്കിൽ പിന്നെ അവിടെ ഇൻഡക്ടർ കൊടുത്തിട്ട് ഔട്ടെടുത്താൽ മാത്രമേ പ്യുവർ ഡി സി ആവൂ. എന്നിട്ട് നമ്മുടെ ആശാന്മാരെല്ലാം ആംപ്ലിഫയറെല്ലാം ചെയ്ത് നല്ല ടാഗൊക്കെ അടിച്ച് കുളിപ്പിന്നലെല്ലാം കെട്ടി വൃത്തിയാക്കി കൊണ്ടങ്ങ് വയ്ക്കും. സംഭവിക്കുന്നത് എന്താണെന്ന് പറഞ്ഞുതരാം. ഈ ഡുവൽ പവർ സപ്ലൈ ഇതിനെ പിന്നി വെച്ചേക്കുന്നതിൻ്റെ ഇടയിൽ ഒരു കപ്പാസിറ്റർ ഫോം ആവും, ഒരു ഫ്രീക്വൻസി. അവർ തമ്മിലൊരു ഇൻഡക്ഷൻ ഉണ്ടായിട്ട് അവിടെ ഒരു ഫ്രീക്വൻസി ഡെവലപ്പ് ആവും. ഇപ്പോൾ ടി വി ഒക്കെ നന്നാക്കുന്നവർക്കറിയാം, സ്പാർക്ക് ഗ്യാപ്പ് കപ്പാസിറ്റർ എന്ന് പറയുന്ന ഒരു ഇൻഡക്ഷൻ അവിടെ ഉണ്ടാവും. ടി വിയിലൊക്കെ ആണെങ്കിൽ അതിന് വേണ്ടിയിട്ടൊരു പ്രത്യേക ഗ്യാപ്പെല്ലാം ഇട്ടിട്ടുണ്ടായിരിക്കും. ഇവിടെ നമ്മുടെ ഡുവൽ പവർ സപ്ലൈ ഇങ്ങനെ പിന്നി ടാഗൊക്കെ ചെയ്ത് സൂപ്പറായിട്ട് കൊണ്ട് നമ്മുടെ പവറിൽ കൊണ്ട് കണക്ട് ചെയ്യും. ആംപ്ലിഫയറെല്ലാം വർക്ക് ചെയ്യും. പക്ഷേ അവിടെ ഫോം ആകുന്നത് ഇവിടെ ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിൽ എഫക്റ്റ് ചെയ്യും. വേറൊന്നുമല്ല, ട്രിബിൾ കേട്ടാലും ബാസ് കേട്ടാലും സ്പീക്കർ ചുമ്മാ അടിച്ചുകൊണ്ടിരിക്കും. അനുഭവമുള്ളവർക്ക് ലൈക്ക് അടിക്കാം. അതുകൊണ്ട് ഞാൻ പറയണത്, ഫ്രീ ആയിട്ട് വിടുക വയറെല്ലാം. പ്രത്യേകിച്ച് ഡുവൽ പവർ സപ്ലൈയുടെ 3 വയറും തമ്മിലൊരിക്കലും പെനഞ്ഞ് വിടല്. പിന്നെ രണ്ടാമത്, സിഗ്നൽ സെക്ഷൻ വന്നിട്ട് ഇപ്പോൾ നമ്മൾ കമ്പ്യൂട്ടറിൽ നിന്നാണ് കണക്ട് ചെയ്യണമെങ്കിൽ ഷീൽഡ് വയറെല്ലാം ഇതുപോലെ കൊണ്ടുവന്നു പെനഞ്ഞ് വൃത്തിയാക്കി ടാഗൊക്കെ അടിച്ച് കുട്ടപ്പനാക്കി വെച്ചേക്കും. നല്ലൊരു ആംപ്ലിഫയർ ഒരു 200 വാട്ടൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. ഒരു 300 വാട്ടിന് മുകളിലോട്ട് ഒരു ചാനലിൽ സിഗ്നൽ ചെക്ക് ചെയ്താൽ രണ്ടാമത്തെ ചാനലിൽ ലീക്കായിരിക്കും. ഗ്യാരണ്ടി. നിങ്ങൾക്ക് വേണമെങ്കിൽ പരീക്ഷിച്ച് നോക്കാം. അതേസമയം പെനയാതെ കറക്റ്റായിട്ട് അലങ്കോലമായിട്ട് ഇട്ടിട്ടൊന്ന് ഓൺ ചെയ്ത് നോക്കിയാണ് ഒരു കുഴപ്പവും കാണില്ല. അപ്പോൾ ഇനിയെങ്കിലും ആംപ്ലിഫയർ ചെയ്യുന്നവർ ഇതുപോലുള്ള മണ്ടത്തനങ്ങൾ കാണിക്കില്ല. വൃത്തി കാണും, പക്ഷേ ക്വാളിറ്റി കിട്ടത്തില്ല. ആംപ്ലിഫയർ ഒരിക്കലും സൈലൻറ്റും ആവില്ല. അപ്പോൾ ശരി, ഇതൊരു നല്ലൊരു ഇൻഫർമേഷനാണ്. എല്ലാവരും വേണമെങ്കിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കാം.